ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സിംപ്ലക്സ് മെത്തേഡ് സിംപ്ലക്സ് മെത്തേഡ് ഉപയോഗിച്ച് നമുക്കിങ്ങനെ ഒരു LPP സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം അതിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം. നമ്മൾ വെറുതെ മെക്കാനിക്കലി പഠിച്ചാൽ പോരല്ലോ, അതിൻ്റെ ടിപ്സ് അറിയണം, എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് എന്താണെന്ന് പറഞ്ഞു. നമ്മുടെ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒപ്റ്റിമൈസ് ആണ്, വിച്ച് മീൻസ് ഐദർ മാക്സിമൈസ് ഓർ മിനിമൈസ്. അപ്പോൾ നമ്മുടെ മിത്തലിലെ ടെക്സ്റ്റാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. മിത്തലിലെ ടെക്സ്റ്റ് വെച്ചിട്ട് നമുക്ക് മിനിമൈസേഷൻ പ്രോബ്ലംസ് ആണ്, എല്ലാ ടൈപ്പ് പ്രോബ്ലംസും മിനിമൈസേഷൻ ആയിട്ടാണ് ഈ ടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ വി ഷാൽ ഫോളോ ദാറ്റ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ LPP എന്ന് പറഞ്ഞാൽ മിനിമൈസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു CX. CX എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം, C1x1 plus C2x2 plus etc. Cnxn, where x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ റിയൽ നമ്പർ x, പക്ഷേ ഇറ്റ് ഈസ് എ റിയൽ വെക്ടർ x, that is it is consisting of n vectors, that is x1 x2 etc. xn. റിയൽ ലീനിയർ ഫംഗ്ഷൻ ആകുമ്പോൾ ഇതിൻ്റെ എല്ലാം ലീനിയർ കോമ്പിനേഷൻസ് ആയിരിക്കും. x1 x2 etc. xn എന്ന് പറയുന്ന വേരിയബിൾസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും. ഓക്കെ, ആൻഡ് ദർ വിൽ ബി എ സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസ് ദാറ്റ് ഷുഡ് ബി സാറ്റിസ്ഫൈഡ് ബൈ ദിസ് ഫംഗ്ഷൻ ആൻഡ് വി ഡിനോട്ട് ഇറ്റ് ആസ് AX. പല ടെക്സ്റ്റിലും പലതാണ്. നമുക്കും AX is equal to B എന്ന് ഡിനോട്ട് ചെയ്യാം. AX ലെസ് ദാൻ ഓർ ഈക്വൽ ടു B ആവാം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു B ആവാം. എന്ത് വന്നാലും നമ്മൾ അതിനെ ഇക്വേഷൻസ് ആക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, ആൻഡ് we have x is greater than or equal to 0. So this is the general form of LPP. Okay, and we assume that there are m set of constraints. Okay, that is first constraint a11 x1 plus a22 a12 x2 plus etc. plus a1n xn equal to b1 etc. etc. am1 x1 plus am2 x2 plus etc. plus amn xn equal to bn. Okay, now അതിൽ ഈ സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കുറേ പോയിന്റ്സ് ഉണ്ടാവും അല്ലേ. ദാറ്റ് ഈസ് AX is equal to B എന്ന് പറയുന്ന കൺസ്ട്രെയിൻസ്, അല്ലെങ്കിൽ AX equal to B എന്ന് എഴുതണ്ട, AX ലെസ് ദാൻ ഓർ ഈക്വൽ ടു B. ആക്ച്വലി കൺസ്ട്രെയിൻസ് അതാണല്ലോ, നമുക്ക് സ്ലാക്കും സർപ്ലസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ AX ലെസ് ദാൻ ഓർ ഈക്വൽ ടു B, വിച്ച് മീൻസ് ദാറ്റ് AX ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബിയും അതിൻ്റെ ഉള്ളിലുണ്ട്. കാരണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇക്വേഷനെ നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇക്വേഷൻ ആക്കി മാറ്റാനായിട്ട് ഒന്ന് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ AX ലെസ് ദാൻ ഓർ ഈക്വൽ ടു B എന്ന് പറയുന്ന സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കുറേ പോയിന്റ്സ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ 2 ഡയമെൻഷണൽ എന്ന് പറഞ്ഞാൽ 2 വേരിയബിൾ കേസിലാണെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ ഇക്വേഷൻസ് എങ്ങനെയായിരിക്കും, ലീനിയർ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷണൽ കേസിൽ സ്ട്രെയിറ്റ് ലൈൻസ് ആണ് വരിക. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ, അങ്ങനെയാണെന്ന് വിചാരിക്കും. ആൻഡ് നമുക്ക് ഈ 3 ഇതാണ് നമ്മുടെ ഫസ്റ്റ് കൺസ്ട്രെയിൻറ്റ്, ഇത് സെക്കൻഡ് കൺസ്ട്രെയിൻറ്റ് ആൻഡ് ദിസ് ഇസ് ദ തേർഡ് കൺസ്ട്രെയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസ് ഐദർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തു വരുന്ന ഈ സെറ്റ് ഓഫ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് വിചാരിക്കും, ഇത്രയും പോർഷൻസ്. ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ പോളിഗൺ ബൗണ്ടഡ് ബൈ AB എന്ന് പറയുന്ന ലൈൻ, BC എന്ന് പറയുന്ന ലൈൻ, CD എന്ന് പറയുന്ന ലൈൻ ആൻഡ് DA എന്ന് പറയുന്ന ലൈനിൽ ഈ സെറ്റ് ഓഫ് പോയിന്റ്സ് ആണ് നമ്മുടെ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സെറ്റ് ഓഫ് പോയിന്റ്സ് എങ്കിൽ വി കോൾ ദാറ്റ് സെറ്റ് ഓഫ് പോയിന്റ്സ് ആസ് feasible region or the set of points is feasible points, and ആ feasible pointsനെയാണ് നമ്മൾ feasible region എന്ന് പറഞ്ഞ് region എന്ന് പറയാം. And it is denoted by SF. Okay, it is denoted by SF. ഇനി SF എന്ന് പറയുന്നതിന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ പ്രോപ്പർട്ടീസ് ഒക്കെ അറിഞ്ഞാലാണ് നമ്മൾ ഈ സിംപ്ലക്സ് മെത്തേഡിൽ ചെയ്യുന്നതിൻ്റെ എന്തുകൊണ്ട് എടുക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ അതിലത്തെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീസിബിൾ റീജിയൻ എപ്പോഴും ഒരു ക്ലോസ്ഡ് സെറ്റ് ആയിരിക്കും. ഓക്കെ, ക്ലോസ്ഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എന്താണ് ഉദ്ദേശിക്കുന്നത്? AX ലെസ് ദാൻ ഓർ ഈക്വൽ ടു B എന്ന് പറയുന്ന സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്സ് ക്ലോസ്ഡ് സെറ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ബൗണ്ടറീസ് ഇൻക്ലൂഡഡ് ആയിരിക്കും. ദാറ്റ് ഈസ് ലിമിറ്റ് പോയിന്റ്സ്, നമ്മുടെ റിയൽസ് ഇതിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് പോയിന്റ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ബൗണ്ടറി പോയിന്റ്സ് ഉണ്ടായിരിക്കും, ഓപ്പൺ റീജിയൻ ആയിരിക്കില്ല.
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരിക്കലും ഓപ്പൺ ഇൻ്റർവെൽ 0, 1 എന്ന് പറയുന്നത് ഒരു ഫീസിബിൾ റീജിയൻ ആയിട്ട് കിട്ടില്ല. സോ ഇറ്റ് ഈസ് ഓൾവേസ് എ ക്ലോസ്ഡ് സെറ്റ്സ്. ദാറ്റ് ഈസ് ഇപ്പോൾ ഈ ഫിഗർ വെച്ച് പറയുകയാണെങ്കിൽ എ ബി എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റും ബി സി എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റും സി ഡി എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റും എ ഡി എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റും ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇനി എപ്പോഴും ഫീസിബിൾ റീജിയൻ ബൗണ്ടഡ് ആവണമെന്നില്ല. ഇപ്പോൾ ഈ വരച്ചിട്ടുള്ള എ ബി സി ഡി എന്ന് പറയുന്ന ഫീസിബിൾ റീജിയൻ ബൗണ്ടഡ് ആണ്. ബൗണ്ടഡ് അല്ലാത്ത ഫീസിബിൾ റീജിയൻസും ഉണ്ടായിരിക്കാം. ഇതപ്പോൾ ഇങ്ങനെ വരികയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഫീസിബിൾ റീജിയൻ ആയിട്ട് നമുക്ക് കിട്ടുക ഈ റീജിയൻ ആണ്. ഓക്കെ, അപ്പോഴും ക്ലോസ്ഡ് ആണ്. ബൗണ്ടറി ഇൻക്ലൂഡ് ആവുക എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ബൗണ്ടറി എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ ഫുൾ ടൈം ബൗണ്ടഡ് ആണെന്ന് വിചാരിക്കരുത്. ബൗണ്ടറി ഉണ്ടെങ്കിൽ ബൗണ്ടറി ഇൻക്ലൂഡഡ് ആയിരിക്കണം. അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ബെസ്റ്റ് വേ ടു സേ ദാറ്റ് ഇറ്റ് ഇസ് എ ക്ലോസ്ഡ് സെറ്റ്. നമുക്കറിയാം ഒരു അൺബൗണ്ടഡ് റീജിയൻ ക്ലോസ്ഡ് ആവണം. കാരണം ഇതിൻ്റെ ലിമിറ്റ് പോയിൻറ്റ്സ്, നമുക്ക് ലിമിറ്റ് പോയിൻറ്റ്സിൻ്റെ വഴിക്ക് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെറ്റ് ബൗണ്ടറി വാല്യൂസും ഈ ബൗണ്ടറിയിലുള്ള വാല്യൂസും ഈ ബൗണ്ടറിയിലുള്ള വാല്യൂസും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ പോയിൻറ്റ്സും ലിമിറ്റ് പോയിൻറ്റ്സ് ആണ്. പുറമെയുള്ള ആൾക്കാരൊന്നും ലിമിറ്റ് പോയിൻറ്റ്സ് അല്ല. അപ്പോൾ ക്ലോസ്ഡ് സെറ്റിൻ്റെ ഡെഫിനിഷൻ എന്തായിരിക്കും എന്ന് നമുക്കറിയാം. ഒരു സെറ്റ് ക്ലോസ്ഡ് ആവണമെങ്കിൽ അതിൻ്റെ എല്ലാ ലിമിറ്റ് പോയിൻറ്റ്സും അതിൽ തന്നെ ഉണ്ടായിരിക്കണം. പുറത്തുള്ള ഒരാൾ ആരും ലിമിറ്റ് പോയിൻ്റ് ആയിട്ട് വരരുത്. അതിനെയാണ് നമ്മൾ ക്ലോസ്ഡ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബൗണ്ടഡ് റീജിയൻ ആണെങ്കിൽ അതിൻ്റെ എല്ലാ ബൗണ്ടറി ഇൻക്ലൂഡഡ് ആയിരിക്കണം. അൺബൗണ്ടഡ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയൊക്കെയാണോ ബൗണ്ടറി ഉള്ളത് ആ ബൗണ്ടറി ഒക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കണം. ദർ ഷുഡ് നോട്ട് ബി എനി ലിമിറ്റ് പോയിൻറ്റ്സ് ഔട്ട്സൈഡ് ദ സെറ്റ്. ഓക്കെ, അപ്പോൾ ഫീസിബിൾ റീജിയൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് സെറ്റ്. ആൻഡ് സെക്കൻഡ് ക്വാളിറ്റി ഈസ് ദാറ്റ് ഇറ്റ് ഈസ് എ കോൺവെക്സ് സെറ്റ്. നമുക്ക് പ്രൂഫ് പഠിക്കാനുള്ളതാണ്. ഓക്കെ, നമ്മുടെ വീഡിയോ ക്ലാസ്സിൽ ഞാൻ ഇത് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. പ്രോബ്ലംസ് ആണ് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഇത് പറഞ്ഞപ്പോൾ അപ്പോൾ ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് സെറ്റ് ആണ്. ഇറ്റ് ഈസ് എ കോൺവെക്സ് സെറ്റ് ആണ്. കോൺവെക്സ് സെറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താ, ഏത് രണ്ട് പോയിൻറ്റ്സ് എടുത്തു കഴിഞ്ഞാലും 2 ഡയമെൻഷണൽ കേസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് രണ്ട് പോയിൻറ്റ്സ് എടുത്താലും അതിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റ് എല്ലാ പോയിൻറ്റ്സും ഇതിലുള്ള എല്ലാ പോയിൻറ്റ്സും ആ സെറ്റിൽ തന്നെ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പോൾ 3 ഡയമെൻഷണൽ കേസിലാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, x1 x2 x3 എന്ന് പറയുന്ന അല്ലെങ്കിൽ x1 x2 x3 എന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ദാറ്റ് ഈസ് lambda 1 x1 plus lambda 2 x2 plus lambda 3 x3 should belongs to that set S where sigma lambda I equal to 1 and 0 less than or equal to lambda I less than or equal to 1. ഓക്കെ, ഇങ്ങനത്തെ എല്ലാ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻസും ആ സെറ്റിൽ തന്നെ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സെറ്റിനെ കോൺവെക്സ് സെറ്റ് എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ 2 ഡയമെൻഷണൽ കേസിലാണെങ്കിലും 3 പോയിൻറ്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഈ പോയിൻറ്റും ഈ പോയിൻറ്റും ഈ പോയിൻറ്റും. അപ്പോൾ ഇതിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റ്സ് എല്ലാം അതിലുണ്ടായിരിക്കണം. ഇതിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റ്സ് എല്ലാം ഉണ്ടായിരിക്കണം. ഇതിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റ്സും അതിലുണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ട്രയാങ്കിൾ കിട്ടി. ആ ട്രയാങ്കിളിലുള്ള ഏത് രണ്ട് പോയിൻറ്റ്സ് എടുത്തു കഴിഞ്ഞാലും അതിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റ്സ് അവിടെ ഉണ്ടായിരിക്കണം. വിച്ച് മീൻസ് ദാറ്റ് നമുക്ക് ഒരു 2 ഡയമെൻഷണൽ കേസിൽ, 2 ഡയമെൻഷണൽ കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, 2 ഡയമെൻഷണൽ കേസിലെ 3 പോയിൻറ്റ്സ് എടുത്തിട്ട് അതുണ്ടാക്കുന്ന കോൺവെക്സ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുക ഒരു ട്രയാങ്കിൾ ലാമിനയാണ്. നോട്ട് ജസ്റ്റ് എ ട്രയാങ്കിൾ. ഇങ്ങനത്തെ ഒരു ട്രയാങ്കിൾ അല്ല കിട്ടുക, ട്രയാങ്കിളും അതിൻ്റെ ഇൻസൈഡ് പോർഷനും നമുക്ക് കിട്ടും. കാരണം ഒന്നുകൂടി പറയാം, ഈ ട്രയാങ്കിൾ ഈ പോയിന്റ് 3 പോയിന്റ് എടുത്തു. അപ്പോൾ ഇത് കോൺവെക്സ് സെറ്റ് ആണെങ്കിൽ ഈ 2 പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റ് ആ സെറ്റിൽ തന്നെ വേണം. ഈ 2 പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്യുന്ന ഇതും ആ സെറ്റിൽ തന്നെ വേണം. ഇതിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റും ആ സെറ്റിൽ തന്നെ വേണം. ഇപ്പോൾ നമുക്ക് ട്രയാങ്കിൾ കിട്ടി. ഇനി ഇപ്പോൾ ന്യൂലി ഫോംഡ് പോയിൻറ്റ്സ് എടുത്ത് കഴിയുമ്പോൾ ഈ പോയിൻറ്റും ഈ പോയിൻറ്റും വന്നു. അപ്പോൾ ഇതിനെ ജോയിൻ ചെയ്യുന്ന പോയിൻറ്റ്സ് വേണം. ഇതും എടുത്തു കഴിഞ്ഞാൽ ഈ ലൈൻസ് വേണം. ഇതും എടുത്തു കഴിഞ്ഞാൽ ഈ ലൈൻസ് വേണം. അങ്ങനെ എല്ലാ ലൈൻസും വരുമ്പോൾ
നമുക്ക് കിട്ടുക ട്രയാങ്കുലർ ലാമിന ഓർ ഒരു ട്രയാങ്കിൾ പ്ലെയിൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഫീസിബിൾ റീജിയൻ ഈസ് എ ക്ലോസ്ഡ് സെറ്റ് ആണ്, കോൺവെക്സ് സെറ്റ് ആണ്, ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് ബൗണ്ടഡ് ഫ്രം ബിലോ. ബൗണ്ടഡ് ഫ്രം ബിലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോവർ ബൗണ്ട് ഉണ്ടായിരിക്കും. ആ ലോവർ ബൗണ്ട് എപ്പോഴും നമ്മുടെ ഈ പോയിന്റ് ആയിരിക്കും. കാരണം ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും ബൗണ്ടഡ് ഫ്രം ഇതിൻ്റെ നമുക്ക് ഇങ്ങനത്തെ ഒരു നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻറ്റ് ഉണ്ട്. ആ നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കാരണം കൊണ്ട് ഇറ്റ് ഈസ് ബൗണ്ടഡ് ഫ്രം ബിലോ. ബൗണ്ടഡ് ഫ്രം ബിലോ ആയ കാരണം കൊണ്ട് അതിന് അറ്റ്ലീസ്റ്റ് വൺ വെർട്ടെക്സ് എങ്കിലും ഉണ്ടായിരിക്കും. ഇറ്റ് ഹാസ് അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീസിബിൾ റീജിയൻ ഒരിക്കലും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവില്ല. ഓക്കെ, അതിന് ഒരു ലോവർ ബൗണ്ടെങ്കിലും വരുമ്പോൾ ബൗണ്ടഡ് ഫ്രം ബിലോ ആയ കാരണം കൊണ്ട് എവിടെയെങ്കിലും ഒരു ബൗണ്ടറി ഉണ്ടായാൽ മതി. ഇവിടെ നമുക്ക് കൃത്യമായി പറയുന്നത് ഇറ്റ് ഈസ് ബൗണ്ടഡ് ഫ്രം ബിലോ ആണ്, അതുകൊണ്ട് അതിന് ഒരു വെർട്ടെക്സ് എങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ഒരു വെർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, വെർട്ടെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോർണർ പോയിന്റ്സ് ആണ് അല്ലേ. ഇപ്പോൾ ഒരു സ്ക്വയർ എടുത്ത് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ABCD എന്ന് പറയുന്ന ഇതാണ് നമ്മുടെ കോർണേഴ്സ് ഓർ വെർട്ടിസസ്. ഓക്കെ, ഇതിൽ സ്ക്വയർ അല്ലാത്ത വെർട്ടെക്സ് അല്ല കോർണർ അല്ലാത്ത ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ബാക്കി രണ്ട് പോയിന്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ആ സ്ക്വയർ മേലത്തെ കേട്ടോ അല്ല, ഈ പോയിന്റിനെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ വി കനോട്ട് റൈറ്റ് ദാറ്റ് പോയിന്റ് C എന്ന് പറയുന്ന പോയിന്റിന് ഇതിൽ വേറെ രണ്ട് പോയിന്റ്സ് ഉണ്ട്. ഈ ABCDയുടെ എന്ന് പറയുന്ന ആ സെറ്റിലത്തെ വേറെ രണ്ട് പോയിന്റ്സിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനിൽ വരുന്ന ഒരു പോയിന്റ് ആയിട്ട് എഴുതാൻ പറ്റുമോ? ഞാനൊന്നുകൂടി പറയാം. ഇപ്പോൾ ഇഫ് ദിസ് ഇസ് ദ റെക്റ്റാങ്കിൾ വി ഹാവ് ടേക്കൺ ആൻഡ് ABCD എന്ന് പറയുന്നതാണ് നമ്മുടെ കോർണേഴ്സ് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ പോയിന്റ് X എന്ന് പറയുന്നൊരു പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വി ക്യാൻ ചൂസ് x1, x2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ രണ്ട് പോയിന്റ്സ് എങ്കിലും ഉണ്ടായിരിക്കും. ആ രണ്ട് ഡിഫറെൻറ്റ് പോയിന്റ്സ്, ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം എക്സ് ആയിട്ടുള്ള രണ്ട് പോയിന്റ്സ് എങ്കിലും നമുക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പോൾ എക്സും ആ എക്സിനെ നമുക്ക് ലാംഡ x1 plus 1 minus lambda into x2 for some suitable lambda lying between 0 and 1 അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ ഈ എക്സ് എന്ന് പറയുന്നത് x1ൻ്റെയും x2ൻ്റെയും ഉള്ള ലൈൻ സെഗ്മെൻറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ മിഡ് പോയിൻ്റ് ആണെങ്കിൽ നമുക്ക് എക്സിനെ എങ്ങനെ എഴുതാം? x1/2 that is lambda is 1/2 plus 1/2 x2 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് x1ൻ്റെ അടുത്താണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1/4 x1 plus 3/4 x2 എന്ന് എഴുതാം. അപ്പോൾ ഈ ലൈൻ സെഗ്മെൻറ്റിലുള്ള x1 x2 ജോയിൻ ചെയ്യുന്ന ഈ ലൈൻ സെഗ്മെൻറ്റിലുള്ള എല്ലാ പോയിൻറ്റ്സിനെയും നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ എക്സിനെയും നമുക്ക് എഴുതാൻ പറ്റും. പക്ഷേ ഈ ഒരു കോർണർ പോയിൻ്റ് ആണെന്ന് പറയുന്നത് അല്ലെങ്കിൽ വെർട്ടെക്സ് ആണെന്ന് പറയുകയാണെങ്കിൽ വി കനോട്ട് ഫൈൻഡ് two different points x1 and x2 not equal to x such that A is the linear combination of these two points. അപ്പോൾ എയിന് കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് പോലും സെറ്റിൽ ഉണ്ടാവില്ല. അങ്ങനെ എഴുതാൻ പറ്റാത്ത പോയിന്റ്സിനെയാണ് നമ്മൾ വെർട്ടെക്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫീസിബിൾ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് സെറ്റ്, ഇറ്റ് ഈസ് എ കോൺവെക്സ് സെറ്റ്, ഇറ്റ് ഈസ് ബൗണ്ടഡ് ഫ്രം ബിലോ, ഇറ്റ് ഹാസ് അറ്റ്ലീസ്റ്റ് വൺ വെർട്ടെക്സ്. അത്രയും പ്രോപ്പർട്ടീസ് ഉള്ള ഒരാളാണ് നമ്മുടെ വാട്ട് ഈസ് ദാറ്റ് ഫീസിബിൾ റീജിയൻ. ഓക്കെ, ഇനി
നമ്മൾ ഫീസിബിൾ റീജിയനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻഡ് വി ഹാവ് ഏതായിരുന്നു നമ്മൾ പറഞ്ഞത് ഫീസിബിൾ റീജിയനിലുള്ള എല്ലാ പോയിന്റ്സിനെയും നമ്മൾ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയും. ഓക്കെ, ഫീസിബിൾ റീജിയൻ എന്ന് പറഞ്ഞാൽ ആ സെറ്റാണ് വിച്ച് ഇസ് എ ക്ലോസ്ഡ് കോൺവെക്സ് സെറ്റ് വിച്ച് ഇസ് ബൗണ്ടഡ് ഫ്രം ബിലോ ആൻഡ് ഹാസ് അറ്റ്ലീസ്റ്റ് വൺ വെർട്ടെക്സ്. ആ റീജിയനിലുള്ള എല്ലാ വാല്യൂസിനെയും നമ്മൾ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയും. കാരണം ആ സെറ്റിലുള്ള എല്ലാവരും നമ്മുടെ എല്ലാ കൺസ്ട്രെയിൻസും ദാറ്റ് ഈസ് ഈവൻ ദ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് അടക്കം സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്സ് ആണ്. സോ സച്ച് പോയിന്റ്സ് ആർ കോൾഡ് feasible solution. ഓക്കെ, ഇനി ഫീസിബിൾ സൊല്യൂഷൻ കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതാണ് ബേസിക് സൊല്യൂഷൻ. ഓക്കെ, ബേസിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമുക്ക് n വേരിയബിൾസ് ഉണ്ട്. ഓക്കെ, we have n variables, we have m constraints. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. ഈ കൺസ്ട്രെയിൻസ് എല്ലാം ഐദർ ഇൻഇക്വാലിറ്റി ടൈപ്പ് ആയിരിക്കും. സോ എല്ലാം എന്ന് പറയുന്നില്ല, കുറച്ചെങ്കിലും അങ്ങനെ ഉണ്ടായിരിക്കും. എല്ലാം ഈക്വൽ ഇക്വേഷൻസ് ആയിട്ട് വരുന്നത് നമുക്ക് ലീനിയർ ഇക്വേഷൻ ആയിട്ട് സോൾവ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പുമുള്ള ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻ, സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പോൾ നമ്മളിതിനെ സോൾവ് ചെയ്യാനായിട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയാലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയാലും വി കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഇക്വേഷൻസ്. ഇക്വേഷൻ ആക്കി മാറ്റുമ്പോൾ നമ്മളിവിടെ സ്ലാക്ക് വേരിയബിൾസ് ആഡ് ചെയ്യുന്നു, ഇവിടെ നമ്മൾ നെഗറ്റീവ് സ്ലാക്ക് വേരിയബിൾസ് ആഡ് ചെയ്യണം. അപ്പോൾ ഈ ഇക്വേഷനിൽ ഫസ്റ്റ് കൺസ്ട്രെയിനിൽ നമ്മൾ ഒരു സ്ലാക്ക് ആഡ് ചെയ്യുന്നു, അടുത്ത ഇതിൽ നമ്മൾ ഒരു സ്ലാക്ക് ആഡ് ചെയ്യുന്നു, അങ്ങനെ സ്ലാക്ക് ആഡ് ചെയ്ത് നമ്മുടെ ഓരോ കൺസ്ട്രെയിനിലും ഓരോ പുതിയ വേരിയബിളും ആഡ് ചെയ്ത് വരികയാണ്. ഓക്കെ, അപ്പം നമ്മുടെ കയ്യിൽ ഓൾറെഡി n വേരിയബിൾസ് ഉണ്ട്, പിന്നെ m കൺസ്ട്രെയിൻസ് ഉണ്ട്. ഈ m കൺസ്ട്രെയിൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ m ന്യൂ വേരിയബിൾസ് ഓർ m സ്ലാക്ക് വേരിയബിൾസ് ആഡ് ചെയ്യാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വേരിയബിൾസ് n ഉണ്ട്, m ഉണ്ട്. അപ്പോൾ n+1 m നമ്പർ ഓഫ് വേരിയബിൾസ് ഉണ്ട്. സോ n+m is always greater than m ആണ്. സോ നമുക്ക് എന്ത് അസ്യൂം ചെയ്യാം? നമുക്ക് തന്നിരിക്കുന്ന LPPയിൽ n വേരിയബിൾസും m കൺസ്ട്രെയിൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് വേരിയബിൾസ് is always greater than number of constraints. കൺസ്ട്രെയിൻസിൻ്റെ എണ്ണത്തിനേക്കാൾ കൂടുതലായിരിക്കും വേരിയബിൾസിൻ്റെ എണ്ണം വരിക. ഇപ്പം അങ്ങനെ അല്ലെങ്കിൽ തന്നെ നമ്മൾ ഓരോ കൺസ്ട്രെയിൻസിലും ഓരോ വേരിയബിൾ ആഡ് ചെയ്യുമ്പോൾ നമുക്കത് കൂടി വന്നോളും. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. നമുക്ക് 2x + 3y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, 3x + 4y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ആൻഡ് 5x + 9y is ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അല്ലെങ്കിൽ ഈക്വൽ ടു തന്നെ കിടന്നോട്ടെ, ഈക്വൽ ടു 5 എന്ന് പറയുന്ന ഈ സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസ് ആണെങ്കിൽ ഇവിടെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ 2 വേരിയബിൾസും 3 കൺസ്ട്രെയിൻസ് ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ z എന്ന് പറയുന്ന ഒരു സ്ലാക്ക് വേരിയബിൾ ആഡ് ചെയ്യും, ഇവിടെ നമ്മൾ t എന്ന് പറയുന്ന ഒരു സർപ്ലസ് വേരിയബിൾ ആഡ് ചെയ്യും, ഇവിടെ നമ്മൾ ആഡ് ചെയ്യണമില്ല. അപ്പോൾ ഇവിടെ എത്ര വേരിയബിളായി? ഇപ്പോൾ 2 + 2 = 4 വേരിയബിൾ വന്നിട്ടുണ്ട്. So we can assume without the loss of generality or without any hesitation we can assume that the number of variables is greater than m. Okay, ഈ n എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ചില സന്ദർഭങ്ങളിൽ മാറ്റിയെടുക്കുന്നുണ്ട്. n എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് വേരിയബിൾസ്, ദാറ്റ് ഈസ് ax = b എന്ന് പറഞ്ഞ് എഴുതുക. എന്ന് പറഞ്ഞാൽ കൺസ്ട്രെയിൻസ് ഇക്വേഷൻസ് ആക്കി മാറ്റിയതിന് ശേഷം കിട്ടുന്ന വേരിയബിൾസിൻ്റെ എണ്ണം. ഓക്കെ, അപ്പോഴാണ് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ, കൃത്യം പറയാൻ പറ്റുള്ളൂ. എല്ലാ കൺസ്ട്രെയിൻസും നമ്മൾ ഇക്വേഷൻസ് ആക്കി മാറ്റുക, അല്ലെങ്കിൽ ഈക്വാലിറ്റി ആക്കി മാറ്റുമ്പോൾ വേരിയബിൾസിൻ്റെ എണ്ണം കൂടും. ആ സിറ്റുവേഷനിൽ വി ക്യാൻ അസ്യൂം ദാറ്റ് ദ നമ്പർ ഓഫ് വേരിയബിൾസ് ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൂടുതൽ വേരിയബിൾസും കുറച്ച് ഇക്വേഷൻസ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായി ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് വരും അല്ലേ.
റാങ്ക് ഒക്കെ വെച്ച് നമ്മൾ ലീനിയർ ആൾജിബ്ര വെച്ച് ആലോചിക്കുമ്പോൾ നോക്കൂ. അപ്പോൾ ഇനി ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് വരുമ്പോൾ അതിൽ ഒരു സൊല്യൂഷനൊക്കെ കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക ആർബിട്രറി n വേരിയബിൾസ് m കൺസ്ട്രെയിൻസ് ആണ്, n മൈനസ് m നമ്പർ ഓഫ് വേരിയബിൾസ് ഉണ്ടായിരിക്കും അല്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 6 വേരിയബിൾസും 2 കൺസ്ട്രെയിൻസും ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ 4 കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 6 മൈനസ് 4 ഈക്വൽ ടു 2 വേരിയബിൾസിന് നമ്മൾ ആർബിട്രറി ആയിട്ട് വാല്യൂസ് കൊടുക്കും. ആ ആർബിട്രറി ആയിട്ട് നമുക്ക് ഏത് വാല്യൂസ് വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ നമ്മളിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചോദിച്ചാൽ ആ കൊടുക്കുന്ന വാല്യൂസ് അതിനെയാണ് നമ്മൾ ബേസിക് സൊല്യൂഷനായിട്ട് കൊണ്ടുവരുന്നത് കേട്ടോ. ഏത് വാല്യൂസ് വേണമെങ്കിലും കൊടുക്കാം, എന്നിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളങ്ങനെ ഏത് വാല്യൂസും കൊടുക്കുന്നില്ല. നമ്മൾ കൊടുക്കുന്ന 2 വാല്യൂസ്, ഇപ്പോൾ 2 എണ്ണമാണല്ലോ, ഈ 2 വേരിയബിൾസിനും നമ്മൾ 0 എന്ന് അസ്യൂം ചെയ്യും. അപ്പോൾ ദാറ്റ് ഈസ് x1, x2, x3, x4, x5, x6 എന്നാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും 2 എണ്ണത്തിന് ഇപ്പോൾ എന്നിട്ട് 4 കൺസ്ട്രെയിൻസും ഉണ്ട്. അപ്പോൾ 4 കൺസ്ട്രെയിൻസ് ആകുമ്പോൾ നമ്മൾ x3, x4, x5, x6 എന്ന് പറയുന്ന ഇത്രയും വേരിയബിൾസിനെ നമ്മൾ മാറ്റി നിർത്തി ബാക്കി 2 എണ്ണം നമ്മൾ എന്ത് ചെയ്യും, x1ന് 0 കൊടുക്കും, x2ന് നമുക്ക് 0 കൊടുക്കാം. x1 x2ന് കൊടുക്കണമെന്നില്ല, വേണമെങ്കിൽ x1 x2 x3ക്ക് നമ്മൾ മാറ്റി നിർത്തി x5നും x6നും 0 കൊടുക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും 0 കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ എന്തായി, 2 വേരിയബിൾസ് 0 ആയിട്ട് പോയി. അപ്പം 4 വേരിയബിൾസും 4 കൺസ്ട്രെയിൻസേ ഉള്ളൂ. നമുക്കതിനെ സോൾവ് ചെയ്യാൻ നോക്കും. അതാണ് സിംപ്ലക്സ് മെത്തേഡിലെ ഫസ്റ്റ് ടെക്നിക്ക് കേട്ടോ, മറക്കരുത്. അങ്ങനെ കിട്ടുന്ന സൊല്യൂഷൻ, ഓക്കെ, അങ്ങനെ കിട്ടുന്ന സൊല്യൂഷനിൽ നമുക്ക് സൊല്യൂഷനാണ് നമ്മൾ ബേസിക് സൊല്യൂഷൻ എന്ന് പറയും. ഓക്കെ, അങ്ങനെ കിട്ടുന്ന സൊല്യൂഷനാണ് നമ്മൾ ബേസിക് സൊല്യൂഷൻ എന്ന് പറയുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്തായി, AX is equal to B and X greater than or equal to 0 എന്ന് പറയുന്ന ഈ സെറ്റ് ഓഫ് സൊല്യൂഷൻസ്, സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഫീസിബിൾ റീജിയൻ എന്നും ആൻഡ് പിന്നെ ഏതായിരുന്നു അടുത്തത് ഫീസിബിൾ റീജിയൻ എന്നും അതിന് ഫീസിബിൾ സെറ്റ് ഓഫ് പോയിന്റ്സിന് ഫീസിബിൾ സൊല്യൂഷൻ എന്നും നമ്മൾ പറയും അല്ലേ. ഓക്കെ, ഫീസിബിൾ റീജിയൻ എന്നും ഫീസിബിൾ സൊല്യൂഷൻ നമ്മൾ പറയും. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഈ ഇക്വേഷൻസ് ആക്കി മാറ്റി. ഓക്കെ, ഈ ഇക്വേഷൻസ് ആക്കി മാറ്റി കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ n ഗ്രേറ്റർ ദാൻ m ആയിട്ട് വരും. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വേരിയബിൾസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് ആയിട്ട് വരും. അപ്പോൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് n മൈനസ് m നമ്പർ ഓഫ് വേരിയബിൾസിന് നമ്മൾ 0 കൊടുക്കും. ആ 0 കൊടുത്തിട്ട് കിട്ടുമ്പോൾ ഇപ്പം നമ്മുടെ കയ്യിൽ എത്ര വേരിയബിൾസ് ഉണ്ടായിരിക്കും, n മൈനസ് m പ്ലസ് m എന്ന് പറഞ്ഞാൽ ഇത്രയും വേരിയബിൾസും ഇത്രയും കൺസ്ട്രെയിൻസും തന്നെ വരും. അങ്ങനെ നമ്മൾ സോൾവ് ചെയ്യും. ഓക്കെ, സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്മൾ ആർബിട്രറി ആയിട്ട് 0 കൊടുത്ത് കിട്ടുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ നോൺ ബേസിക് വേരിയബിൾസ് എന്ന് പറയുക. ഓക്കെ, ആൻഡ് നമുക്ക് 0 കൊടുക്കാതെ നമ്മളായിട്ട് അസ്യൂം ചെയ്യല്ല ചെയ്യണത്. n മൈനസ് m വേരിയബിൾസിന് നമ്മൾ 0 കൊടുത്ത് ബാക്കിയുള്ള വേരിയബിൾസ് നമ്മൾ സോൾവ് ചെയ്തെടുക്കുമല്ലോ, അതിനെയാണ് നമ്മൾ ബേസിക് വേരിയബിൾസ് എന്ന് പറയും. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ x1, x2, x3, x4, x5, x6 എന്ന് പറയുന്ന ഈ വേരിയബിൾസിൽ ഇവരെ രണ്ടുപേരും നമ്മൾ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ അസ്യൂം ചെയ്യുന്ന ഇവരാണ് നമ്മുടെ നോൺ ബേസിക് വേരിയബിൾസ്. അത്ര മോശക്കാരല്ല കേട്ടോ, നമുക്ക് വളരെ ആവശ്യമുള്ള ഒരാളാണ്. ഇവരാണ് നമ്മുടെ ബേസിക് വേരിയബിൾസ്. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എങ്ങനെ ഉണ്ടായിരിക്കും, ഇങ്ങനെ ആയിരിക്കും വരുന്നുണ്ടാവും അല്ലേ. ഇതാ 2, 3, 4, 5, 0, 0 എന്ന് പറഞ്ഞാൽ x1 2 ആണ്, x2 3 ആണ്, x3 4 ആണ്, x4 5 ആണ്, x5ഉം x6ഉം 0, 0 ആണ്. ഓക്കെ, ഇനി എപ്പോഴും ഇങ്ങനെ വരണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് ഇസ് എ ബേസിക് സൊല്യൂഷൻ, ഇതൊരു ബേസിക് സൊല്യൂഷനാണ്.
ഓക്കെ, ഇനി ഇങ്ങനെ വരാം സൊല്യൂഷൻ 2 3 -4 5 0 0 അല്ലെ, രണ്ടെണ്ണം 0 0 കൊടുത്ത് ബാക്കി സോൾവ് ചെയ്യുമ്പോൾ എല്ലാം പോസിറ്റീവ് വരണം എന്നില്ല, ഇങ്ങനെ വരാം. ഇതും ഒരു ബേസിക് സൊല്യൂഷൻ ആണ്. പക്ഷേ നമ്മുടെ ഫീസിബിൾ കണ്ടീഷൻ ആയിട്ടുള്ള എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. എന്താ എക്സ് എന്ന് പറഞ്ഞാൽ? എക്സ് എന്ന് പറഞ്ഞാൽ ഈ വെക്ടർ അല്ല, x1 x2 എക്സെട്ര xn എന്ന് പറയുന്ന ഈ സെറ്റ് ഓഫ് ഈ വെക്ടറിനെയാണ് നമ്മൾ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിലത്തെ ഓരോ ആൾക്കാരും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോഴാണ് നമ്മൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്നത് ഒരു ബേസിക് സൊല്യൂഷൻ തന്നെയാണ്, പക്ഷെ അത് ഫീസിബിൾ സൊല്യൂഷൻ അല്ല. അപ്പോൾ അതിനെ നമ്മൾ ബേസിക് എന്താ പറയുക, ഇത് പക്ഷേ ഈ സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ബേസിക് സൊല്യൂഷൻ മാത്രമല്ല, ഇത് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. ഓക്കെ, ഇതിനെ നമ്മൾ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയും. ഇങ്ങനെ കിട്ടുന്നത് ഇറ്റ് ഈസ് എ ബേസിക് സൊല്യൂഷൻ ആണ്, ബട്ട് ഇറ്റ് ഈസ് എ നോട്ട് എ ഫീസിബിൾ സൊല്യൂഷൻ. എന്തുകൊണ്ടാണ് നോട്ട് എ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്ന കൺസ്ട്രെയിൻ്റ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി സൊല്യൂഷൻ ഇങ്ങനെ തന്നെ വരണമെന്നില്ല. അടുത്ത പോസിബിലിറ്റി എന്ത് വരാം? ജസ്റ്റ് അങ്ങനെ അടുത്ത പോസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരാം അല്ലേ, 2 3 0 0 5. ഞാൻ എപ്പോഴും മൂന്നാമത്തെ കോർഡിനേറ്റിന് എഴുതണമെന്ന് വിചാരിക്കരുത് കേട്ടോ, ഞാനത് ആക്സിഡൻ്റലി വന്നതാണ്. 2 3 0 5 0 0 എന്ന് വരാം. ഓക്കെ, ഇപ്പോഴും നമ്മുടെ ബേസിക് ഇത് ബേസിക് സൊല്യൂഷനാണ്, ഇത് ഫീസിബിളും ആണ്, കാരണം സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് ഓൾസോ എ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞു ഇത് നമ്മൾ അസ്യൂം ചെയ്ത് കിട്ടിയ 0 ആണ്, നോൺ ബേസിക് വേരിയബിൾസ് ആണ്. ഇത് നമ്മുടെ ബേസിക് വേരിയബിൾസ് ആണ്. ഈ ബേസിക് വേരിയബിൾസിൽ ഒരെണ്ണെങ്കിലും 0 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് കണ്ടീഷൻ ഇസ് കോൾഡ് എ ഡീജനറസി കേസ്. ഈ ഡീജനറസി കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡീജനറസി വന്നു കഴിഞ്ഞാൽ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് പഠിക്കണില്ല, നമുക്ക് അങ്ങനത്തെ പ്രോബ്ലംസ് ഇല്ല. പ്രോബ്ലംസ് ഇല്ല എന്നല്ല, അത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മെത്തേഡിൽ തന്നെ ചെയ്യണമെന്നുള്ളൂ. ചില കേസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡീജനറസി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ നമ്മൾ സിംപ്ലക്സ് ടേബിൾ വരച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാലോ, അത് ഇങ്ങനെ ആ ടേബിളിൽ നിന്ന് ഔട്ടാകാൻ പറ്റാതെ ഒരെണ്ണം പുതിയത് ചൂസ് ചെയ്യാനോ ഒരെണ്ണം പുതിയതിനെ ഔട്ടാക്കാനോ പറ്റാതെ നമ്മളിങ്ങനെ കിടന്ന് നമുക്ക് വേറെ അസംഷൻസ് ഒക്കെ വരുന്ന അവസ്ഥ വരാം. അങ്ങനെയാണെങ്കിൽ പ്രോബ്ലം നമുക്ക് ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സിൽ ചെയ്യാൻ പറ്റാത്ത വരും. എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോബ്ലം പിന്നെ സൊല്യൂഷൻ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സൊല്യൂഷൻ ഉണ്ട്, പക്ഷെ സൊല്യൂഷനിലേക്ക് എത്താനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ അപ്രോക്സിമേറ്റ് സൊല്യൂഷനിലേക്കൊക്കെ വേറെ പോകും. ഓക്കെ, അത് നമുക്ക് പഠിക്കാനില്ല, അത് നമ്മുടെ ഔട്ട് ഓഫ് സിലബസ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഫീസിബിൾ സൊല്യൂഷൻ എന്താന്ന് പറഞ്ഞു, നോൺ ഫീസിബിൾ സൊല്യൂഷൻ എന്താന്ന് പറഞ്ഞു, ബേസിക് സൊല്യൂഷൻ എന്താന്ന് പറഞ്ഞു, ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്താന്ന് പറഞ്ഞു. ഇനി ഒരെണ്ണം കൂടി പറയാനുള്ളത് ഇൻഫീസിബിൾ സൊല്യൂഷൻ. ഇൻഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ what is meant by infeasible solution? SF നോൺ എം ടി ആണെങ്കിൽ സൊല്യൂഷൻ ഇല്ല അല്ലെ. SF എന്ന് പറഞ്ഞാൽ എന്താ? ഫീസിബിൾ സെറ്റ് ഓഫ് ഓൾ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്സിന്റെ കളക്ഷൻ. അപ്പം അങ്ങനെ ഒരാൾ പോലും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് സൊല്യൂഷൻ ഇല്ല. സോ സച്ച് എ കണ്ടീഷൻ ഇസ് കോൾഡ് എ ഇൻഫീസിബിൾ സൊല്യൂഷൻ. ഓക്കെ, ദാറ്റ് ഈസ് SF എം ടി ആവും, നോൺ എം ടി അല്ല, SF എം ടി ആവുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇൻഫീസിബിൾ സൊല്യൂഷൻ. ഓക്കെ, സോ അപ്പം നമ്മൾ എന്തിനാണ് ഈ SF-നെ കുറിച്ച് പറഞ്ഞു, SF-നെ കുറിച്ച് പറഞ്ഞു. SF ആരൊക്കെയായിരുന്നു? വെരി ഇമ്പോർട്ടൻറ്റ് തിയറമാണ് കേട്ടോ. ക്ലോസ്ഡ് ആണ്, കോൺവെക്സ് ആണ്, ബൗണ്ടഡ് ഫ്രം ബിലോ ആണ്, ആൻഡ് ഇറ്റ് ഹാസ് അറ്റ്ലീസ്റ്റ് വൺ വെർട്ടെക്സ്. ഒരു വെർട്ടെക്സ് എങ്കിലും
ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ആൻഡ് നമ്മളിപ്പോൾ ഫീസിബിൾ സൊല്യൂഷനെ കുറിച്ച് പറഞ്ഞു. ദാറ്റ് ഈസ് ഫീസിബിൾ റീജിയൻ എസ് എ ബേസിക് സൊല്യൂഷനെ പറഞ്ഞു. പിന്നെ ബേസിക് ഫീസിബിൾ സൊല്യൂഷനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഇൻഫീസിബിൾ സൊല്യൂഷനെ കുറിച്ച് പറഞ്ഞു അല്ലേ. ഇനി ഇൻഫീസിബിൾ സൊല്യൂഷനെ കുറിച്ച് പറഞ്ഞു. ഇനി ഇവർ തമ്മിലുള്ള റിലേഷൻ എന്ന് നമുക്ക് പറയാം. ഇതിലത്തെ ഫസ്റ്റ് ഇത് ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾ എസ് എഫിൻ്റെ, അപ്പം ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫീസിബിൾ ആണ് കേട്ടോ, ബേസിക്കും ഉണ്ട് ഫീസിബിളും ഉണ്ട്. അതിനെയാണ് നമ്മൾ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയാം. ഫീസിബിലിറ്റി ഉണ്ട് അവിടെ. ജസ്റ്റ് മിനിറ്റ്. അപ്പോൾ അവിടുത്തെ ഫീസിബിൾ ആണ്. ജസ്റ്റ് എനിക്കൊന്ന് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫീസിബിൾ റീജിയൻ്റെ ഇതാ ഇങ്ങനെയാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയാവാം, ഇവിടെ ഇതിനകത്ത് ജോയിൻ ചെയ്താണ്, ഇങ്ങനെയാവാം എന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് ഫീസിബിൾ റീജിയൻസ് ഒക്കെ വരാൻ. ഇത് ബൗണ്ടഡ്, ഇത് അൺബൗണ്ടഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ എസ് എഫിൻ്റെ ഒരെണ്ണം, ഇതാണ് ഒരു എസ് എഫ് വരും. അപ്പോൾ ഇപ്പോൾ വൈ വെക്ടർ എന്ന് പറയുന്നത് ഒരു ഫീസിബിൾ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആണെങ്കിൽ അത് ഒരു ഫീസിബിൾ സൊല്യൂഷൻ ആണ് എന്ന് പറഞ്ഞാൽ ആ വൈനെ നിങ്ങൾക്ക് എസ് എഫിൽ എവിടെ വേണമെങ്കിലും കാണാം. എസ് എഫിൽ എവിടെ വേണമെങ്കിലും അല്ല, എസ് എഫിൽ കാണാം അല്ല. Y is a basic feasible solution means it is a feasible solution. So we can see y at y in SF. SF ൽ എവിടെ വേണമെങ്കിലും കാണാം എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഇവിടെ കാണാം, നമ്മൾ അങ്ങനെയാണല്ലോ പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ ബൗണ്ടറിയിൽ കാണാം. ബൗണ്ടറി ഇൻക്ലൂഡ് ആണ് ബിക്കോസ് ഇറ്റ് ഈസ് ക്ലോസ്ഡ്. സോ ബൗണ്ടറിയിൽ കാണാം, അല്ലെങ്കിൽ ഇൻറ്റീരിയർ പോർഷനിൽ കാണാം. ഇവിടെ ആയാലും ഇവിടെ കാണാം, അല്ലെങ്കിൽ ഇൻറ്റീരിയർ പോർഷനിൽ കാണാം എന്നാണ് പറയണത്. ഓക്കെ, പറയണതല്ല, അങ്ങനെയാണ്. പക്ഷേ നമ്മുടെ വെരി ഇമ്പോർട്ടൻറ്റ് തിയറത്തിൻ്റെ സെക്കൻഡ് വൺ ആണ്. ആദ്യത്തെ ഇതാണ് ഫസ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് തിയറം. സെക്കൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് തിയറം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ബേസിക് ഫീസിബിൾ സൊല്യൂഷന് തപ്പിയെടുക്കുകയാണെങ്കിൽ അതിനെ നിങ്ങൾ എസ് എഫിൻ്റെ ഇൻറ്റീരിയർ പോർഷനിൽ നോക്കിയേ വേണ്ട. ഇറ്റ് വിൽ ബി ലൈയിങ് ഇൻ ദ വെർട്ടെക്സ് ഓഫ് എക്സ് എഫ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എളുപ്പമായി, കാരണം എസ് എഫ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് കോൺവെക്സ് സെറ്റ് ആണ്. അയാൾ നമ്മുടെ ഈ എസ് എഫിൽ എവിടെ വേണമെങ്കിലും ഉണ്ടാവാം എന്നാണ് പറയണത്. എസ് എഫിൽ ഉണ്ടാവാം എന്നാണെങ്കിൽ നമ്മൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സിനെ അന്വേഷിച്ച് പോകണം അല്ല. ഈ പോയിന്റ് ആണോ നമ്മൾ ഉദ്ദേശിച്ചത്, ഈ പോയിന്റ് ആണോ നമ്മൾ ഉദ്ദേശിച്ചത് അന്വേഷിച്ച് പോകണം. പക്ഷേ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ, ഈ തിയറം വെച്ചിട്ട് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഇൻറ്റീരിയറിലല്ല ഉണ്ടാവുക, വെർട്ടിസസിലാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ എം കൺസ്ട്രെയിൻസ് ആണ് ഉണ്ടാവണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എം കൺസ്ട്രെയിൻസ് ആണ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എം കൺസ്ട്രെയിൻസ് ഇൻ്റർസെക്ട് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് വെർട്ടിസസ് കിട്ടുന്നത്. അത്രയും വെർട്ടിസസ്, എത്ര വെർട്ടിസസ് ഉണ്ടാവും? ഓൺലി ഫൈനൈറ്റ് നമ്പർ ഓഫ് വെർട്ടിസസേ ഫോം ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഒരിക്കലും ഇൻറ്റീരിയറിൽ അന്വേഷിക്കേണ്ട, കോർണർ പോയിന്റ്സ് അല്ലെങ്കിൽ വെർട്ടിസസിൽ അന്വേഷിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ ഇവിടെയാണോ ഇതാണോ എന്ന് നമ്മൾ അന്വേഷിച്ചാൽ മതി. ഓക്കെ, സോ basic feasible solution will be lying in the vertex of SF. Okay, ഇനി third very important theorem എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ every vertex is a BFS. Okay, ഇതെപ്പോഴും തിയറം പ്രൂവ് ചെയ്യാൻ ചോദിക്കുന്നതാണ് ഈ രണ്ട് തിയറം അല്ല, ഈ മൂന്ന് തിയറം കേട്ടോ. അപ്പം എവറി വെർട്ടെക്സ് ഇസ് എ BFS എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ നമ്മൾ ആദ്യത്തെ പറഞ്ഞത് വെച്ചിട്ട് ഇതൊരു BFS ആവാൻ സാധ്യതയുണ്ട്, ഇതാവാൻ സാധ്യത ഉണ്ടോ എന്ന് ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല, ഇതാവാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ BFS ആണെങ്കിൽ നമ്മൾ അകത്ത് അന്വേഷിക്കേണ്ട, ഇവിടെ അന്വേഷിക്കേണ്ട, കോർണർ പോയിന്റ്സിൽ മാത്രം അന്വേഷിച്ചാൽ മതി എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി തേർഡ് തിയറം അല്ലെങ്കിൽ this theorem states that
എല്ലാ വെർട്ടെക്സും ഇതൊരു BFS ആണ്, ഉറപ്പാണ്, ഇതൊരു BFS ആണ്. അങ്ങനെ എല്ലാ കോർണേഴ്സും എല്ലാ വേർട്ടിസസും BFS ആണെന്ന് കിട്ടി. അപ്പം BFS ഇനി നമ്മൾ വേറെ ഒരു സ്ഥലത്തും ഉണ്ടാവില്ല, കോർണേഴ്സിലായിരിക്കും. കോർണേഴ്സ് എല്ലാം BFS ആയിരിക്കും. ഇനി കോർണേഴ്സും BFSും തമ്മിലുള്ള ബന്ധം എന്താ, അത് നമുക്ക് പഠിക്കണ്ടേ, എന്നാലും നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ അടുത്ത വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള തിയറമാണ് ഓക്കെ ഈ എഫ് ഓഫ് എക്സ്. ഇത്രയും നാളും നമ്മൾ കൺസ്ട്രെയിൻസിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ എഫ് ഓഫ് എക്സ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ നമുക്ക് മിനിമൈസ് ചെയ്യലാണ് നമുക്ക് വേണ്ടത്. ഈ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെറ്റ് ഓഫ് പോയിന്റ്സിനെ നമ്മൾ പറഞ്ഞു. ഇനി ഈ ഫംഗ്ഷൻ മിനിമൈസ് ചെയ്യാനുള്ള പോയിന്റ്സുകളെല്ലാം BFSകളായിരിക്കും. ഈ ഫംഗ്ഷനെ മിനിമൈസ് ചെയ്യുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്ക് മിനിമം വാല്യൂ, ഇപ്പോൾ നമ്മുടെ ഫീസിബിൾ റീജിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പെൻറ്റഗൺ കിട്ടിക്കഴിഞ്ഞാൽ ഈ പെൻറ്റഗണിലെ എവിടെ വേണമെങ്കിലും ആവാം, കോർണേഴ്സ് ആവാം, കോർണേഴ്സിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റ്സ് ആവാം, ഇൻറ്റീരിയർ ആവാം, അത് ഏത് വേണമെങ്കിലും ആവാം എന്ന് നമ്മൾ പറഞ്ഞ്, അങ്ങനെയാണ് നമ്മുടെ കോൺസെപ്റ്റ് ഉള്ളത്. അതിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്ത തിയറിയാണ് എല്ലാ BFSകളും വെർട്ടിസസിലുണ്ടായിരിക്കും, എല്ലാ വെർട്ടിസസും BFSകളായിരിക്കും. എന്ന് പറഞ്ഞാൽ BFSകൾ തന്നെ വെർട്ടിസസുകളാണ്. ഓക്കെ, ആൻഡ് അടുത്തത് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ലീനിയർ LPPയുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ ഒപ്റ്റിമൈസ് ചെയ്യുന്നത്, മിനിമം ആയാലും അതെ മാക്സിമം ആയാലും അതെ, ഒപ്റ്റിമൈസ് ചെയ്യുന്ന വാല്യൂസ് BFSകൾ മാത്രമായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇങ്ങനെയുള്ള ഫീസിബിൾ റീജിയൻസ് കണ്ടുപിടിച്ച് ഈ ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ ഈ LPPയുടെ ഫീസിബിൾ റീജിയൻസ് കണ്ടുപിടിച്ച് അതിൻ്റെ വെർട്ടിസസ് കണ്ടുപിടിക്കാം. അപ്പോൾ വെർട്ടിസസ് 5 വെർട്ടിസസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ x1 x2 x3 x4 x5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, എന്നിട്ട് എന്ത് ചെയ്താൽ മതി, x1-ലെ f of x1 കണ്ടുപിടിക്കുന്നു, x2-ലെ f of x2 കണ്ടുപിടിക്കുന്നു, x3-ലെ അങ്ങനെ എല്ലാത്തിലും f of xnകൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഏതിലാണ് മിനിമം വാല്യൂ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇൻഫിനിറ്റ് സെറ്റ് ഓഫ് വാല്യൂസിൽ നിന്ന് ഏതാണ് മിനിമം വാല്യൂ കണ്ടുപിടിക്കുന്നതിന് പകരം നമ്മൾ ഫൈനൈറ്റ് സെറ്റ് ഓഫ് വാല്യൂസിൽ നിന്ന്. അപ്പം മിനിമം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല, അതുണ്ട്, മിനിമം ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ മിനിമം വാല്യൂ അൺബൗണ്ടഡ് ആയിട്ട് പോകാം, അങ്ങനത്തെ കേസുകൾ ഉണ്ടാവാം. ഇനി മിനിമം ഉണ്ടാവുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി a BFS, which means that it will be lying on the vertex of SF. And another theorem is that, ഇനി ഒന്നുകൂടി പറയാനുണ്ട്, ഇവിടെ A എന്ന് പറയുന്ന പോയിന്റിൽ മിനിമം ആണ്, C എന്ന് പറയുന്ന പോയിന്റിൽ മിനിമം ആണെന്ന് വിചാരിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വാല്യൂ 10 ആണ്, ഇവിടുത്തെ വാല്യൂ 50 ആണ്, 52 ആണ്. ഓക്കെ, തിരിച്ചായിരിക്കും വരാം അല്ല കേട്ടോ. ഇവിടുത്തെ വാല്യൂ 10 ഇവിടുത്തെ വാല്യൂ 52 ആണെങ്കിൽ ഇവിടുത്തെ A എന്ന് പറയുന്ന പോയിന്റ് 10 C എന്ന് പറയുന്ന പോയിന്റ് 52 ആണെങ്കിൽ f of A എന്ന് പറയുന്നതും 3 ആണ്, f of C എന്ന് പറയുന്നതും 3 ആണെങ്കിൽ, ആൻഡ് ഇറ്റ് ഈസ് ദ മിനിമം എന്ന് വെച്ചാൽ എയും സിയും ജോയിൻ ചെയ്യുന്ന ഏത് കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനിലും, എയുടെയും സിയുടെയും ഏത് കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനിലുള്ള ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അവിടെയും ഫങ്ഷൻസ് എല്ലാം 3, ഫങ്ഷൻ വാല്യൂസ് എല്ലാം 3 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇഫ് f of A equal to 3, f of C equal to 3, then എയും സിയും ഇപ്പോൾ 2 ഡയമെൻഷണൽ ആയ കാരണം കൊണ്ട് എയും സിയും ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ എയുടെയും സിയുടെയും കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എയും സിയും ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ആണ്. ഈ ലൈൻ സെഗ്മെന്റിൽ ഈ പോയിന്റിൽ ഫംഗ്ഷൻ വാല്യൂ 3 ആയിരിക്കും, ഈ പോയിന്റിൽ ഫംഗ്ഷൻ വാല്യൂ 3 ആയിരിക്കും. അങ്ങനെയുള്ള എല്ലാവർക്കും ഈ ലൈൻ സെഗ്മെന്റിലെ മുഴുവൻ ഫംഗ്ഷൻ വാല്യൂസ് 3 ആയിരിക്കും. ഓക്കെ, സോ വിത്ത് ദിസ് ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളിത് കേൾക്കുക. അടുത്ത ക്ലാസ്സിൽ ഞാൻ പ്രോബ്ലംസ് പറയാം കേട്ടോ. ഇത് പറയാതെ നമുക്ക് പ്രോബ്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് മെക്കാനിക്കൽ ആയിരിക്കും. ഓക്കെ, ബൈ.